ഇദ്ദേഹത്തിലേക്ക് തന്നെ പോകാൻ കാരണം അത് അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ ബിൽഡപ്പ് ഉണ്ട്. ബിൽഡപ്പ് ഒന്നും വേണ്ട. ആക്ച്വലി ഞാൻ മുന്നും ഭയങ്കര കുറച്ച് സ്ഥലങ്ങളിൽ പറഞ്ഞു, അതുകൊണ്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവും ഇവർക്ക്. അത് ആദ്യമായിട്ടായത് തന്നെയാ, കുഴപ്പമില്ല, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. പ്രമോഷൻ എന്ന് പറയുന്നത്. അല്ല, ഞാനിവിടെ നമ്മളിത് ആലോചിച്ചപ്പോൾ ഞാനും എൻ്റെ കോറേറ്റർ കിരണും കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങളത് സബ്ജക്റ്റ് എഴുതി ലോക്കാക്കി. വൺസ് ഒരു നല്ല പെർഫോമർ വേണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു പോയിരുന്നു, രണ്ടും ഒരു താരത്തിനപ്പുറം. അങ്ങനെ ആദ്യം നമ്മൾ കഥ പറയുന്ന അപർണയുടെ അടുത്താണ്. അപർണ എസ് എന്ന് പറയുന്നിടത്തുനിന്നാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഈക്വലി അപർണയുടെ അടുത്ത് പെർഫോം ചെയ്യേണ്ട, അപർണേനെ ചലഞ്ച് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം രാജ് സാറിൻ്റെ ഒരു കോൺടാക്ട് നമുക്ക് കിട്ടി. അങ്ങനെ രാജ് സാറിൻ്റെ അടുത്ത് നമ്മൾ പോയി നരേറ്റ് ചെയ്തു. നമ്മളൊക്കെ സർപ്രൈസ് ആക്കിക്കൊണ്ട് സാർ യെസ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു രാജ് സാർ ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്ത മലയാള സിനിമ തിരുതാണ്. അപ്പം അതിലൊരു ജേണി, ഇത്തിരി VFX ഒത്തിരി ജേണികളുണ്ടായിരുന്നു. അപ്പം അത് കാരണം ആ ഒരു സമയം എടുത്തു.